നമസ്കാരം. മിഡിൽ ഈസ്റ്റ് ന്യൂസിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ആദ്യം നോക്കാം തലക്കെട്ടുകൾ. മസാല ബോണ്ടിൽ മുഖ്യമന്ത്രിക്ക് ഇഡി നോട്ടീസ്. ഭൂമി വാങ്ങിയതിൽ ചട്ടലംഘനമെന്ന് ഇഡി. മുൻമന്ത്രി തോമസ് ഐസക്കിനും കെ.എം. എബ്രഹാമിനും വിശദീകരണം നൽകാൻ നോട്ടീസ്. ബിജെപിക്കും യു.ഡി.എഫിനും വേണ്ടിയുള്ള ഇഡിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണമെന്ന് തോമസ് ഐസക്. ബിജെപിക്ക് വേണ്ടിയുള്ള ഭയപ്പെടുത്തലെന്ന് വി.ഡി. സതീശൻ. മുഖ്യമന്ത്രി നോട്ടീസിന് മറുപടി നൽകട്ടെയെന്ന് വി. മുരളീധരൻ. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ദേവസ്വം ബോർഡിനെ പ്രതിക്കൂട്ടിലാക്കി മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പത്മകുമാർ. ഒറ്റയ്ക്ക് തീരുമാനമെടുക്കാൻ കഴിയില്ലെന്നും എല്ലാത്തിനും കൂട്ടുത്തരവാദിത്വമെന്നും ജാമ്യ ഹർജിയിൽ പത്മകുമാർ. കൊല്ലം വിജിലൻസ് കോടതി ജാമ്യാപേക്ഷ നാളെ പരിഗണിക്കും. പരാതിക്കാരിക്കെതിരെ കൂടുതൽ ഡിജിറ്റൽ തെളിവുകളുമായി രാഹുൽ മാങ്കൂട്ടത്തിൽ. തെളിവുകൾ മുദ്രവെച്ച കവറിൽ കോടതിയിൽ ഹാജരാക്കി. സൈബർ അധിക്ഷേപ പരാതിയിൽ രാഹുൽ ഈശ്വർ 14 ദിവസം റിമാൻഡിൽ. ജയിലിൽ നിരാഹാര സമരം നടത്തുമെന്ന് രാഹുൽ ഈശ്വർ. സൈബർ അധിക്ഷേപ പരാതിയിൽ സന്ദീപ് വാര്യർ മുൻകൂർ ജാമ്യാപേക്ഷ നൽകി. കേരളത്തിലെ SIR നടപടികൾ നിർത്തിവെക്കില്ലെന്ന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സുപ്രീം കോടതിയിൽ. തദ്ദേശ തെരഞ്ഞെടുപ്പിന് SIR തടസ്സമല്ലെന്നും BLOമാരുടെ മരണം ജോലിഭാരം കൊണ്ടല്ലെന്നും കമ്മീഷൻ. SIRനും തദ്ദേശ തെരഞ്ഞെടുപ്പിനും വ്യത്യസ്ത ഉദ്യോഗസ്ഥരെയാണ് നിയോഗിക്കുന്നതെന്ന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉറപ്പാക്കണമെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. പ്രതിപക്ഷ ബഹളത്തിൽ മുങ്ങി പാർലമെന്റിന്റെ ശീതകാല സമ്മേളനത്തിന്റെ ആദ്യ ദിനം. സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ഉന്നയിച്ച് പ്രതിപക്ഷം. ബീഹാർ തോൽവിയുടെ നിരാശയിൽ പാർലമെന്റിൽ പ്രതിപക്ഷം നാടകം കളിക്കുന്നുവെന്ന് പ്രധാനമന്ത്രി. ജനകീയ വിഷയങ്ങൾ ഉയർത്തുന്നത് എങ്ങനെ നാടകമാകുമെന്ന് പ്രിയങ്ക ഗാന്ധി. വാർത്തകൾ വിശദമായി നോക്കാം. കിഫ്ബിയുടെ മസാല ബോണ്ട് ഇടപാടിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ളവർക്കെതിരെ ഇഡി കാരണം കാണിക്കൽ നോട്ടീസ് നൽകി. ഫെമ ചട്ടലംഘനം ചൂണ്ടിക്കാട്ടിയാണ് ഇഡി അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റി നോട്ടീസ് നൽകിയിരിക്കുന്നത്. മുൻ ധനമന്ത്രി തോമസ് ഐസക്, കിഫ്ബി CEO കെ.എം. എബ്രഹാം എന്നിവർക്കും നോട്ടീസ് നൽകിയിട്ടുണ്ട്. 3 വർഷത്തെ അന്വേഷണത്തിനൊടുവിലാണ് അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റി മുൻപാകെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് റിപ്പോർട്ട് സമർപ്പിച്ചത്. മസാല ബോണ്ട് വഴി സമാഹരിച്ച പണം കിഫ്ബി അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികൾക്ക് വിനിയോഗിച്ചത് വിദേശ നാണയ വിനിമയ ചട്ടത്തിന്റെ ലംഘനമെന്നാണ് ഇഡിയുടെ കണ്ടെത്തൽ. 2019 9.72% പലിശ നിരക്കിൽ ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ മസാല ബോണ്ട് ഇറക്കി 2150 കോടി രൂപ സമാഹരിച്ചത്. 2019 ജനുവരി 17 മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗമാണ് ബോണ്ട് ഇറക്കാനുള്ള നടപടികൾ പൂർത്തിയാക്കാൻ തീരുമാനിച്ചത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയനും നോട്ടീസ് നൽകിയത്. ശനിയാഴ്ചയാണ് മുഖ്യമന്ത്രിക്കൊപ്പം മുൻ ധനമന്ത്രി തോമസ് ഐസക്കിനും കിഫ്ബി CEO കെ.എം. എബ്രഹാമിനും നോട്ടീസ് ലഭിച്ചത്. നേരിട്ടോ അഭിഭാഷകൻ മുഖേനയോ 3 പേർക്കും നോട്ടീസിന് മറുപടി നൽകാം. ഇരുപക്ഷവും കേട്ട ശേഷമായിരിക്കും അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റി തീരുമാനമെടുക്കുക. കേസുമായി ബന്ധപ്പെട്ട മുൻ ധനമന്ത്രി തോമസ് ഐസക്കിന് നേരത്തെ ഇഡി നോട്ടീസ് നൽകിയിരുന്നു. എന്നാൽ അദ്ദേഹം ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു. ഇഡിയുടെ കൊച്ചി യൂണിറ്റാണ് കേസ് അന്വേഷിക്കുന്നത്. അതേസമയം വിഷയത്തിൽ പ്രതികരണവുമായി നേതാക്കൾ രംഗത്തെത്തി. തെരഞ്ഞെടുപ്പെടുത്തപ്പോൾ കേസ് വീണ്ടും കുത്തിപ്പൊക്കുന്നുവെന്നാണ് തോമസ് ഐസക് പ്രതികരിക്കുന്നത്. BJPക്കും UDFനും വേണ്ടിയുള്ള ഇഡിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമാണ് ഇപ്പോൾ നടക്കുന്നതെന്നും അദ്ദേഹം പ്രതികരിച്ചു. അവരുടെ സ്ഥിരം എല്ലാവരും വേണ്ടി കേട്ടിറങ്ങിയിരിക്കുക. മസാല ബോണ്ട് സംബന്ധിച്ച കേസ് വീണ്ടും കുത്തിപ്പൊക്കെ. മസാല ബോണ്ട് ഇടപാടുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിക്ക് ഇഡി നോട്ടീസ് അയച്ചത് ശബരിമല ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനുള്ള മസാലയെന്നാണ് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് പറയുന്നത്. അതൊരു തമാശയാണ്, ഒരു ഒത്തുകളിയാണ്. തെരഞ്ഞെടുപ്പ് സമയത്ത് അദ്ദേഹത്തെ സഹായിക്കാൻ വേണ്ടി കേരള സർക്കാരുകളുടെ ഒത്തുകളിയാണ്. ഒരു പുതുമയില്ല, ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. മല എലിയാണ് പ്രസവിക്കാൻ പോകുന്നത്. തെരഞ്ഞെടുപ്പെടുത്ത സാഹചര്യത്തിലെ മസാല ബോണ്ടിൽ കേന്ദ്രത്തിൽ നിന്ന് അനുകൂല നിലപാടെടുപ്പിക്കുവാൻ മുഖ്യമന്ത്രിയും കൂട്ടരും പരമാവധി ശ്രമിക്കുന്നുണ്ടെന്നാണ് മുരളീധരന്റെ പ്രതികരണം. മുഖ്യമന്ത്രിക്ക് ഇടയ്ക്കിടയ്ക്ക് നോട്ടീസ് കിട്ടുന്നുണ്ട് ഇഡിയുടെ. അത് ഇലക്ഷൻ എടുക്കുമ്പോൾ ഒന്നുകൂടെ BJPക്ക് അനുകൂലമായിട്ടുള്ള സ്റ്റാൻഡ് എടുപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ ആര് പൊക്കിയാലും കേരളത്തിലെ BJP പൊങ്ങില്ല. അത് മറ്റൊരു കാര്യം. തദ്ദേശ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട BJPയുടെ നിർദ്ദേശപ്രകാരമാണ് ഇഡി മുഖ്യമന്ത്രിക്കും തോമസ് ഐസക്കിനും നോട്ടീസ് അയച്ചിരിക്കുന്നതെന്ന് മന്ത്രി വി. ശിവൻകുട്ടി പ്രതികരിച്ചു. ഇപ്പോൾ കൊടുത്തിരിക്കുന്ന നോട്ടീസ് എന്ന് പറയുന്നത്
തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയ ഇടപെടലാണ്. മസാല ബോണ്ടിൽ തുടക്കം മുതൽ ആശങ്ക ഉന്നയിച്ചിരുന്നുവെന്നും CJP ബന്ധം വിളക്കിച്ചേർക്കാനുള്ള കണ്ണിയായി ED നോട്ടീസ് മാറരുതെന്നും KPCC വൈസ് പ്രസിഡന്റ് VT ബൽറാമും പ്രതികരിച്ചു. CPM-നെ ബ്ലാക്ക്മെയിൽ ചെയ്തിട്ട് സമ്മർദ്ദപ്പെടുത്തി BJP-യോടൊപ്പം നിർത്താൻ വേണ്ടിയിട്ടുള്ള സ്ഥിരം നാടകമാണ് എങ്കിൽ അമൃത ന്യൂസ്, കൊച്ചി. മസാല ബോണ്ടിൽ EDയുടെ ഇടപെടൽ ഉണ്ടായതോടെ വ്യത്യസ്ത അഭിപ്രായങ്ങളുമായി അനുകൂലിച്ചും പ്രതികൂലിച്ചും നേതാക്കളും രംഗത്തെത്തി. ED വിഷയത്തിൽ കോൺഗ്രസിന് ഇരട്ടത്താപ്പെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പ്രതികരിച്ചപ്പോൾ EDയുടെ നോട്ടീസ് മുഖ്യമന്ത്രിയെയും CPM-നെയും ഭയപ്പെടുത്താനാണെന്നാണ് VD സതീഷിന്റെ പ്രതികരണം. അതേസമയം ഭയക്കുന്നില്ലെങ്കിൽ നോട്ടീസിന് മറുപടി നൽകട്ടെയെന്ന് BJPയും പ്രതികരിച്ചു. ഫെമ ചട്ടലംഘനം ആരോപിച്ചാണ് മുഖ്യമന്ത്രി മുൻ ധനമന്ത്രി തോമസ് ഐസക്, കിഫ്ബി CEO KM എബ്രഹാം എന്നിവർക്ക് ED ശനിയാഴ്ച നോട്ടീസ് നൽകിയത്. പിന്നാലെ വിവിധ പാർട്ടിയിലെ നേതാക്കളും ഇതിനിടെ പ്രതികരണവുമായി രംഗത്തെത്തി. ED വിഷയത്തിൽ കോൺഗ്രസിന് ഇരട്ടത്താപ്പെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പ്രതികരിച്ചു. കോൺഗ്രസ് നേതാക്കൾക്ക് നോട്ടീസ് വന്നാൽ അത് രാഷ്ട്രീയ പ്രേരിതം, മറ്റു നേതാക്കൾക്ക് വന്നാൽ അവരുടെ പ്രശ്നം. ഇതാണ് കോൺഗ്രസിന്റെ ഇരട്ടത്താപ്പെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. അവർക്കെതിരായിട്ട് വരുന്നത് ഈ പറയുന്ന രാഷ്ട്രീയ പ്രേരിതം, ഞങ്ങൾക്കോ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്കോ അല്ലെങ്കിൽ ഇന്ത്യയിലെ തന്നെ മറ്റു രാഷ്ട്രീയ പാർട്ടികൾക്കോ എതിരായിട്ട് വരുമ്പോൾ കെജ്രിവാൾ ഉൾപ്പെടെ വന്നല്ലോ, അതൊക്കെ വരുമ്പോൾ അതല്ല അവരുടെ പ്രശ്നം. അതാണ് ഈ ഇരട്ടത്താപ്പാണ് കോൺഗ്രസ് എടുത്തുകൊണ്ടിരിക്കുന്നത്. കിഫ്ബിയെ തകർക്കാൻ അനുവദിക്കില്ലെന്നാണ് LDF കൺവീനർ TP രാമകൃഷ്ണന്റെ പ്രതികരണം. കിഫ്ബിയെ തകർക്കാൻ അനുവദിച്ചുകൂടാ കേരളത്തിന്. അതാണ് ഇതിൻ്റെ അകത്ത് എല്ലാ വിഭാഗം ആളുകളും സ്വീകരിക്കേണ്ട പ്രശ്നം. നിയമസഭയ്ക്കകത്ത് പോലും കിഫ്ബിക്കെതിരായിട്ട് എന്തെല്ലാം പരാമർശങ്ങളാണ് നടത്തിയത്. ഏത് തെരഞ്ഞെടുപ്പ് വന്നാലും ഇത്തരം കാര്യങ്ങൾ വരും. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും ഉണ്ടായിരുന്നു. അടിസ്ഥാനമില്ലാത്ത ആരോപണം എന്നതാണ് വസ്തുതയെന്നും ധനമന്ത്രി KN ബാലഗോപാൽ പറഞ്ഞു. ഏത് തെരഞ്ഞെടുപ്പ് വന്നാലും പൊതുവായ കാര്യം വന്നാലും അപ്പോൾ ഇങ്ങനത്തെ വിവാദങ്ങൾ മനഃപൂർവ്വം ഉണ്ടാക്കാനുള്ള ശ്രമങ്ങളുണ്ട്. കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പാണ്, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ സമയത്താണ് കിഫ്ബിയുടെ മസാല ബോണ്ടിന്റെ വിവാദം ആ സമയത്ത് വന്നത്. തെരഞ്ഞെടുപ്പ് സമയത്ത് നോട്ടീസുകൾ അയക്കുന്നത് EDയുടെ സ്ഥിരം നടപടിയെന്നാണ് മന്ത്രി P രാജീവ് കൂട്ടിച്ചേർത്തത്. അപ്പോൾ കോടതിയെ തന്നെ പൂർണ്ണമായിട്ടും അവഗണിച്ചുകൊണ്ട് ഇങ്ങനെ തിടുക്കത്തിൽ അയക്കുന്നത് എന്തുദ്ദേശമാണ് എന്നുള്ളത് വളരെ വ്യക്തമല്ലേ. എല്ലാ തെരഞ്ഞെടുപ്പ് കാലത്തും ED വരും. ഇതൊരു തമാശയായി മാറിയെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പരിഹസിച്ചു. ഇലക്ഷൻ വന്നാൽ EDയും വന്നിരിക്കും. അതാണ് പുതിയ ED. അതുകൊണ്ട് എല്ലാ കേരളീയർക്കും അറിയാം, ഇലക്ഷൻ പ്രഖ്യാപിച്ചാൽ വരും, വരാതിരിക്കില്ല. തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുമ്പോൾ ED നോട്ടീസ് അയച്ചത് മുഖ്യമന്ത്രിയെയും CPM-നെയും ഭയപ്പെടുത്താനാണെന്നാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ വിമർശിച്ചത്. കരുവന്നൂർ ബാങ്കിൽ കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷൻ്റെ തൊട്ട് മുമ്പ് ഇതുപോലെ ഒരു നോട്ടീസ് അയച്ചിരുന്നു. അന്ന് ഞങ്ങൾ പറഞ്ഞ മറുപടി, പ്രതിപക്ഷം പറഞ്ഞത് അത് തൃശ്ശൂർ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് മാത്രം ലക്ഷ്യമാക്കിയിട്ടുള്ള ഒരു ഭയപ്പെടുത്തലാണ്. ഇതിപ്പോൾ ലോക്കൽ ബോഡി ഇലക്ഷൻ നടക്കുന്നതിൻ്റെ ഒരു 10 ദിവസം മുമ്പ് നോട്ടീസ് അയച്ചിരിക്കുന്നതും CPM-നെയും മുഖ്യമന്ത്രിയെ ഒന്ന് പേടിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അല്ലാതെ ED ഒന്നും ചെയ്യില്ല. മുൻപും നോട്ടീസുകൾ വന്നതാണ്. പക്ഷേ അതെല്ലാം ആവിയായിപ്പോയെന്നും നരേന്ദ്രമോദിയും പിണറായി വിജയനും തമ്മിലുള്ള ബന്ധമാണ് ഇതിന് പിറകിലെന്ന് രമേശ് ചെന്നിത്തല ആരോപിച്ചു. ED നോട്ടീസ് അയച്ചാലും ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് വിശ്വാസമൊന്നുമില്ല. കാരണം ഞങ്ങളുടെ മുൻ അനുഭവം അതാണ്. സ്വർണ്ണക്കള്ളക്കടത്ത് കേസുണ്ടായി, ഒരു മുഖ്യമന്ത്രിയെ ഒന്ന് ചോദ്യം ചെയ്യാൻ പോലും അവർ തയ്യാറായില്ല. ആ കേസ് ആവിയായിപ്പോയി. മുഖ്യമന്ത്രിക്കെതിരായ ED നോട്ടീസിൽ ഭയക്കുന്നില്ലെങ്കിൽ നോട്ടീസിന് മറുപടി നൽകട്ടെയെന്ന് മുൻ കേന്ദ്രമന്ത്രി V മുരളീധരൻ കൂട്ടിച്ചേർത്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ കേന്ദ്ര ഏജൻസികളുമായി അന്വേഷണത്തിൽ സഹകരിച്ചതുപോലെ മുഖ്യമന്ത്രിയും സഹകരിക്കണമെന്ന് V മുരളീധരൻ ആവശ്യപ്പെട്ടു. മുഖ്യമന്ത്രി സാധാരണ പറയാറുണ്ടല്ലോ, മടിയിൽ കനമില്ലാത്തവന് വഴിയിൽ ഭയക്കേണ്ട ആവശ്യമില്ല എന്ന്. അദ്ദേഹത്തിന് മടിയിൽ കനമില്ലെങ്കിൽ അദ്ദേഹത്തിനെ ഭയക്കുന്നു. മസാല ബോണ്ട് കേസിൽ നോട്ടീസിലെ വിശദാംശങ്ങളും ഇതോടൊപ്പം പുറത്തു വന്നിട്ടുണ്ട്. മറുപടിക്ക് 30 ദിവസമാണ് സമയം നൽകിയിട്ടുള്ളത്. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് അമൃത ന്യൂസ്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ദേവസ്വം ബോർഡിനെ പ്രതിക്കൂട്ടിലാക്കി ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റായ A പത്മകുമാർ. തനിക്ക് ഒറ്റയ്ക്ക് തീരുമാനമെടുക്കാൻ കഴിയില്ലെന്ന് കൊല്ലം വിജിലൻസ് കോടതിയിൽ സമർപ്പിച്ച ജാമ്യഹർജിയിൽ പറയുന്നു. പത്മകുമാറിന്റെ ജാമ്യഹർജി നാളെ പരിഗണിക്കും. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ താൻ മാത്രം എങ്ങനെ പ്രതിയാകുമെന്നാണ് A പത്മകുമാർ ജാമ്യഹർജിയിൽ ചോദിക്കുന്നത്. എല്ലാം ചെയ്തത് ദേവസ്വം ബോർഡിലെ മറ്റംഗങ്ങളുടെ അറിവോടെയാണ്. ബോർഡിലെ മറ്റംഗങ്ങൾ അറിയാതെ ഒറ്റയ്ക്ക് എങ്ങനെ തീരുമാനമെടുക്കുമെന്നും ഹർജിയിൽ പത്മകുമാർ ചോദിക്കുന്നു. എല്ലാ തീരുമാനത്തിനും കൂട്ടുത്തരവാദിത്തമുണ്ട്. ഉദ്യോഗസ്ഥർ പിച്ചളപ്പാളികൾ എന്നെഴുതി അത് ചെമ്പ് പാളികൾ എന്ന് തിരുത്തുകയാണ് ചെയ്തത്. ചെമ്പ് ഉപയോഗിച്ചാണ് പാളികൾ നിർമ്മിച്ചത് എന്നതിനാലാണിത്. തിരുത്തൽ വരുത്തിയെങ്കിൽ അംഗങ്ങൾക്ക് പിന്നീടും അത് ചൂണ്ടിക്കാണിക്കാമായിരുന്നുവെന്നും പത്മകുമാർ ഹർജിയിൽ പറയുന്നു. അന്വേഷണത്തോട് സഹകരിച്ചുവെന്നും തനിക്ക് സ്വർണ്ണക്കൊള്ളയിൽ പങ്കില്ലെന്നുമാണ് പത്മകുമാറിന്റെ വാദം. പത്മകുമാറിന്റെ ജാമ്യഹർജി കൊല്ലം കോടതി നാളെ പരിഗണിക്കും. അമൃത ന്യൂസ്, തിരുവനന്തപുരം.
ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട അന്വേഷണം ശരിയായ ദിശയിലല്ലെന്ന് മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ. അന്വേഷണം 2 ദേവസ്വം പ്രസിഡന്റുമാരിൽ മാത്രം ഒതുക്കി നിർത്താനുള്ള ശ്രമം നടക്കുന്നുണ്ടെന്നും ദേവസ്വം മന്ത്രിയിലേക്ക് അന്വേഷണം നീങ്ങുന്നില്ലെന്നും മുരളീധരൻ പറഞ്ഞു. താൻ മാത്രമാണോ ഉത്തരവാദിയെന്ന പത്മകുമാറിന്റെ ചോദ്യം ഇതിലേക്കാണ് വിരൽ ചൂണ്ടുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി. രാജ്യത്ത് നടന്നതിൽ വെച്ച് ഏറ്റവും വലിയ ക്ഷേത്രക്കൊള്ളയാണ് ശബരിമലയിൽ നടന്നിട്ടുള്ളത്. ആ ക്ഷേത്രക്കൊള്ളയുടെ പിന്നിൽ പ്രവർത്തിച്ച മുഴുവൻ ആളുകളെയും നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരണം എന്നുള്ളതാണ് രാജ്യമെമ്പാടുമുള്ള കോടിക്കണക്കിന് അയ്യപ്പ ഭക്തർ ആഗ്രഹിക്കുന്നത്. SITയുടെ അന്വേഷണത്തെ സംബന്ധിച്ച് ഭാരതീയ ജനതാ പാർട്ടി നേരത്തെയും ഉന്നയിച്ചിരുന്ന ആശങ്ക SIT ഹൈക്കോടതിയുടെ നിയന്ത്രണത്തിലാണ്, നിരീക്ഷണത്തിലാണ്. പക്ഷേ SITയിലെ ഉദ്യോഗസ്ഥന്മാർ കേരള സർക്കാരിന് നിയന്ത്രണമുള്ള കേരള പോലീസിലെ ഉദ്യോഗസ്ഥന്മാരാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA പ്രതിയായ ലൈംഗിക അതിക്രമ കേസിലെ പരാതിക്കാരിയെ തിരിച്ചറിയുന്ന തരത്തിൽ പോസ്റ്റിട്ട രാഹുൽ ഈശ്വറിന് ജാമ്യമില്ല. രാഹുൽ ഈശ്വറിനെ തിരുവനന്തപുരം ജില്ലാ കോടതി 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. ഇന്നലെ രാത്രി തിരുവനന്തപുരത്തെ വീട്ടിൽ നിന്നുമാണ് രാഹുലിനെ സൈബർ പോലീസ് അറസ്റ്റ് ചെയ്തത്. അതേസമയം പീഡനക്കേസിൽ പരാതിക്കാരിക്കെതിരെ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA കൂടുതൽ തെളിവുകൾ സമർപ്പിച്ചു. പരാതിക്കാരിയുടെ വ്യക്തിത്വം വെളിപ്പെടുത്തൽ, സ്ത്രീത്വത്തെ അപമാനിക്കൽ, ഇലക്ട്രോണിക് സംവിധാനങ്ങളുടെ ദുരുപയോഗം, ലൈംഗിക ചുവയുള്ള പരാമർശങ്ങൾ എന്നീ വകുപ്പുകളാണ് രാഹുൽ ഈശ്വറിനെതിരെ ചുമത്തിയത്. ഇന്ന് രാവിലെ രാഹുൽ ഈശ്വറുമായി പോലീസ് തെളിവെടുപ്പ് നടത്തിയിരുന്നു. തിരുവനന്തപുരം ശ്രീകാര്യം പൗടിക്കോണത്തെ വീട്ടിലെത്തിച്ചായിരുന്നു തെളിവെടുപ്പ്. അറസ്റ്റ് നിയമപരമല്ലെന്ന് രാഹുൽ ഈശ്വർ കോടതിയിൽ വാദിച്ചു. നോട്ടീസ് നൽകിയത് അറസ്റ്റിനു ശേഷമെന്നാണ് രാഹുലിന്റെ വാദം. എന്നാൽ നോട്ടീസ് കൈപ്പറ്റിയില്ലെന്ന് പോലീസും വാദിച്ചു. രാഹുൽ ഈശ്വർ സ്ഥിരം കുറ്റവാളിയാണെന്നും രാഹുലിന്റെ ലാപ്ടോപ്പിൽ നിന്ന് വീഡിയോകളും ചിത്രങ്ങളും കണ്ടെടുത്തുവെന്നും പ്രോസിക്യൂഷൻ പറഞ്ഞു. യുവതിയുടെ ചിത്രങ്ങളടക്കം ലാപ്ടോപ്പിലുണ്ട്. തിരുവനന്തപുരം ജില്ലാ കോടതിയാണ് രാഹുൽ ഈശ്വറിനെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തത്. കേസ് കെട്ടിച്ചമച്ചതാണെന്നും ജയിലിൽ നിരാഹാര സമരം ആരംഭിക്കുമെന്നും രാഹുൽ ഈശ്വർ പറഞ്ഞു. ഹൈക്കോടതിയെ സമീപിക്കുമെന്നും കോടതി വാദങ്ങൾ അംഗീകരിക്കാത്തതിൽ വിഷമമുണ്ടെന്നും രാഹുൽ ഈശ്വറിന്റെ ഭാര്യ ദീപ രാഹുൽ ഈശ്വർ പറഞ്ഞു. ഹൈക്കോടതിയിലേക്കും സെഷൻസും ഹൈക്കോടതിയിലേക്കും നമ്മൾ നീങ്ങാൻ തന്നെയാണ്. പക്ഷെ അതുവരെ എന്തായാലും ഇനിയൊരു ഹങ്കർ ഫാസ്റ്റിലേക്ക് പോവാണെന്നാണ് രാഹുൽ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അത് പച്ചക്കള്ളമാണത്. ഞാൻ ഇത്ര ഉറപ്പിച്ച് പറയുന്നത് കാരണം മറ്റ് കേസിന്റെ മറ്റ് വിശദാംശങ്ങൾ ഒക്കെ എനിക്ക് ഇനിയും പഠിക്കേണ്ടിയിരിക്കുന്നുവെങ്കിൽ ഇത് എനിക്കറിയാവുന്ന കാര്യമാണ്. ഇതിന് ഒരു നോട്ടീസും നമുക്ക് തന്നിട്ടില്ല. അപ്പോൾ അത് പച്ചക്കള്ളമാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. അത് അവിടെ കോടതിയിൽ വെച്ച് പറഞ്ഞപ്പോൾ നമ്മളെല്ലാവരും നമുക്ക് വാ അടച്ചു വെക്കാൻ പറ്റുന്നില്ല. രാഹുൽ ഈശ്വറിനെ പൂജപ്പുര ജില്ലാ ജയിലിലേക്ക് മാറ്റി. പീഡനക്കേസിൽ പരാതിക്കാരിക്കെതിരെ വീണ്ടും കൂടുതൽ തെളിവുകളുമായി രാഹുൽ മാങ്കൂട്ടത്തിൽ MLAയും രംഗത്തെത്തി. 3 പ്രധാനപ്പെട്ട തെളിവുകൾ കൂടി മുദ്രവെച്ച കവറിൽ രാഹുൽ കോടതിയിൽ സമർപ്പിച്ചു. ഫോട്ടോകൾ, വാട്സപ്പ് ചാറ്റുകൾ, ഹാഷ് വാല്യൂ സർട്ടിഫിക്കറ്റ്, ഫോൺ സംഭാഷണങ്ങളുടെ റെക്കോർഡ് എന്നിവയാണ് കോടതിയിൽ നൽകിയത്. നേരത്തെയും രാഹുൽ പരാതിക്കാരിക്കെതിരെ തെളിവുകൾ കോടതിയിൽ നൽകിയിരുന്നു. രാഹുലിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ബുധനാഴ്ച പരിഗണിക്കാനിരിക്കെയാണ് ഈ സുപ്രധാന നീക്കം. അമൃത ന്യൂസ്, തിരുവനന്തപുരം. കേരളത്തിലെ SIR നടപടികൾ നിർത്തിവെക്കില്ലെന്ന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. BLOമാരുടെ മരണം SIRലെ ജോലിഭാരം കൊണ്ടല്ല എന്നും SIRനെതിരായ ഹർജികൾ തള്ളണമെന്നും ആവശ്യപ്പെട്ട് കമ്മീഷൻ സുപ്രീം കോടതിയിൽ സത്യവാങ്മൂലം നൽകി. SIR തദ്ദേശ തെരഞ്ഞെടുപ്പിന് തടസ്സമല്ലെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനും കോടതിയിൽ സത്യവാങ്മൂലം നൽകിയിട്ടുണ്ട്. നാളെയാണ് കേരളത്തിലെ SIRയുമായി ബന്ധപ്പെട്ട ഹർജികൾ സുപ്രീം കോടതി പരിഗണിക്കുക. കേരളത്തിലെ SIRയുമായി ബന്ധപ്പെട്ട ഹർജികൾ പരിഗണിച്ച സമയത്ത് നിലവിലെ സാഹചര്യങ്ങൾ വ്യക്തമാക്കി സത്യവാങ്മൂലം നൽകാൻ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനും സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനും സുപ്രീം കോടതി നിർദ്ദേശം നൽകിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കേന്ദ്ര സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനുകൾ ഇന്ന് സത്യവാങ്മൂലം നൽകിയത്. കേരളത്തിൽ SIR മാറ്റിവെക്കില്ലെന്നും തദ്ദേശ തെരഞ്ഞെടുപ്പും SIR നടപടികളും ഒന്നിച്ചു മുൻപോട്ട് കൊണ്ടുപോകുമെന്നും കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കി. തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള പ്രവർത്തനങ്ങളെല്ലാം പൂർത്തിയായെന്നും BLOമാരുടെ മരണം ജോലി സമ്മർദ്ദം കൊണ്ടല്ലെന്നും കമ്മീഷൻ കോടതിയെ അറിയിച്ചു. SIRനെതിരായ ഹർജികൾ തള്ളണമെന്നും കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. നിലവിലെ SIR നടപടികൾ തദ്ദേശ തെരഞ്ഞെടുപ്പിന് തടസ്സമല്ലെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനും സുപ്രീം കോടതിയെ അറിയിച്ചു. തദ്ദേശ തെരഞ്ഞെടുപ്പ് സുഗമമായി നടപ്പിലാക്കാൻ നടപടികൾ എടുത്തിട്ടുണ്ട്. അതേസമയം SIRനും തദ്ദേശ തെരഞ്ഞെടുപ്പിനും വ്യത്യസ്ത ഉദ്യോഗസ്ഥരെയാണ് നിയോഗിക്കുന്നതെന്ന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉറപ്പാക്കണമെന്നും സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആവശ്യപ്പെട്ടു. നിലവിലെ SIR നടപടികളുടെ നിജസ്ഥിതിയും കമ്മീഷൻ സുപ്രീം കോടതിയെ അറിയിച്ചു.
ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത്, ജസ്റ്റിസ് ജോയി മല്യ ബാഗ്ചി എന്നിവർ അടങ്ങിയ രണ്ടംഗ ബെഞ്ചാണ് SIRമായി ബന്ധപ്പെട്ട ഹർജികൾ പരിഗണിക്കുന്നത്. സംസ്ഥാന സർക്കാരിന് പുറമെ CPM, CPI, കോൺഗ്രസ്, മുസ്ലിം ലീഗ് എന്നീ പാർട്ടികളാണ് തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിനെതിരെ സുപ്രീംകോടതിയെ സമീപിച്ചത്. തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിനാൽ നടപടികൾ താൽക്കാലികമായി മാറ്റിവെക്കണമെന്നാണ് സംസ്ഥാന സർക്കാർ ആവശ്യപ്പെട്ടിരുന്നത്. അതേസമയം SIR നടപടികൾ പൂർണ്ണമായും നിർത്തിവെക്കണമെന്നാണ് ലീഗ് ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ നിലപാട്. അമൃത ന്യൂസ്, ന്യൂഡൽഹി. SIR ഉൾപ്പെടെയുള്ള വിഷയങ്ങളിലെ പ്രതിപക്ഷ ബഹളത്തോടെ പാർലമെന്റിന്റെ ശൈത്യകാല സമ്മേളനത്തിന് തുടക്കം. നാടകത്തിനുള്ള വേദിയല്ല, ഗുണപരമായ ചർച്ചകൾക്കുള്ള സ്ഥലമാണ് പാർലമെന്റെന്നും തെരഞ്ഞെടുപ്പ് പരാജയത്തിന്റെ അസ്വസ്ഥതകൾ തീർക്കാനുള്ള സ്ഥലമല്ല എന്നും പ്രധാനമന്ത്രി വിമർശിച്ചു. അതേസമയം ജനങ്ങളെ ബാധിക്കുന്ന വിഷയങ്ങൾ ഉയർത്തുന്നത് എങ്ങനെ നാടകമാകുമെന്ന് പ്രിയങ്ക ഗാന്ധി ചോദിച്ചു. രാജ്യസഭയിൽ ഉപരാഷ്ട്രപതിയെ അഭിനന്ദിച്ച് പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള നേതാക്കൾ സംസാരിച്ചു. ശൈത്യകാല സമ്മേളനത്തിന്റെ വരും ദിവസങ്ങൾ എങ്ങനെയായിരിക്കുമെന്നതിന്റെ സൂചന തന്നെയാണ് ആദ്യ ദിനത്തിൽ കണ്ടത്. പാർലമെന്റ് സമ്മേളനത്തിന്റെ നടപടികൾക്ക് മുന്നേ പ്രതിപക്ഷത്തിനെതിരെ പ്രധാനമന്ത്രിയുടെ വിമർശനം. തിരഞ്ഞെടുപ്പ് തോൽവിയുടെ നിരാശ മറികടക്കാനുള്ള സ്ഥലമല്ല പാർലമെന്റ് എന്നും നാടകത്തിനുള്ള വേദിയല്ലെന്നും പ്രധാനമന്ത്രിയുടെ ഒളിയമ്പ്. पराजय के निराशा में से बाहर निकल करके आए और दुर्भाग्य है कि एकाध दो दल तो ऐसे हैं कि वो पराजय भी नहीं पचा पाते. और मैं सोच रहा था बिहार के नतीजे इतना समय हो गया है तो अब थोड़ा संभल गए होंगे, लेकिन कल जो मैं बयानबाजी सुन रहा हूं उनकी, तो उसे लगता है कि पराजय ने उनको परेशान करके रखा. പിന്നാലെ പ്രധാനമന്ത്രിക്ക് പ്രിയങ്ക ഗാന്ധി MPയുടെ മറുപടി. ജനങ്ങളെ ബാധിക്കുന്ന വിഷയങ്ങൾ ഉയർത്തുന്നത് എങ്ങനെ നാടകമാകുമെന്ന് മറുചോദ്യം. SIRമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്യേണ്ടത് അനിവാര്യമാണെന്നും അവർ പറഞ്ഞു. Whether it's the election situation or the SIR, these are huge issues. Let's discuss them. What is Parliament for? Let's discuss them. Let them have a discussion. പുറത്തു പറഞ്ഞതിന്റെ ബാക്കി പത്രം തന്നെയായിരുന്നു സഭയ്ക്കകത്ത് നടന്നത്. അന്തരിച്ച അംഗങ്ങൾക്ക് അനുശോചനം അറിയിച്ചതിന് പിന്നാലെ പ്രതിപക്ഷ ബഹളം. SIR, വായു മലിനീകരണം ഉൾപ്പെടെ നിരവധി വിഷയങ്ങൾ അടിയന്തര പ്രമേയമായി സഭയ്ക്ക് മുന്നിലെത്തി. ഒന്നിനും അനുമതിയില്ല. സഭാ നടപടികളുമായി സഹകരിക്കണമെന്ന് സ്പീക്കർ ഓം ബിർളയുടെ അഭ്യർത്ഥന. लेकिन उसकी चर्चा संवाद से उसका समाधान निकलता है. मैंने पिछले सत्र के अंदर भी പ്രതിപക്ഷ ബഹളത്തിനിടയിൽ മണിപ്പൂരിലെ ചരക്ക് സേവന ഭേദഗതി ബിൽ നിർമ്മല സീതാരാമൻ സഭയിൽ അവതരിപ്പിച്ചു. രാജ്യസഭയിൽ പുതിയ അധ്യക്ഷൻ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണനുള്ള അഭിനന്ദനമായിരുന്നു. പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള നേതാക്കൾ സംസാരിച്ചു. സേവനം മുഖമുദ്രയാക്കിയ വ്യക്തിയാണ് CP രാധാകൃഷ്ണൻ എന്ന് പ്രധാനമന്ത്രിയുടെ വാക്കുകൾ. അതേസമയം മുൻ രാജ്യസഭാ അധ്യക്ഷന്മാരെക്കുറിച്ചുള്ള കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖർഗെയുടെ വാക്കുകൾ സഭയിൽ ബഹളത്തിന് കാരണമായി. ഏതായാലും നിലവിലെ വിഷയങ്ങൾ ചർച്ച ചെയ്യാതെ സഭാ നടപടികളുമായി സഹകരിക്കില്ല എന്ന് തന്നെയാണ് പ്രതിപക്ഷ നിലപാട്. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിലും സഭ പ്രക്ഷുബ്ധമാകും. അമൃത ന്യൂസ്, ന്യൂഡൽഹി. 9 വർഷത്തിനിടെ സൗദിയിൽ വ്യവസായ സ്ഥാപനങ്ങളുടെ എണ്ണം 65% വർദ്ധിച്ച് 12,000-ആയി ഉയർന്നതായി സൗദി വ്യവസായ ധാതു വിഭവ മന്ത്രി ബന്ദർ അൽ ഖുറൈഫ് പറഞ്ഞു. റിയാദിൽ സൗദി വ്യവസായിക പരിവർത്തന എക്സിബിഷനിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. വിഷൻ 2030 ആരംഭിച്ച ശേഷം സൗദി വ്യാവസായിക മേഖല ശ്രദ്ധേയമായ വളർച്ചയാണ് കൈവരിക്കുന്നത്. 2016-ൽ രാജ്യത്ത് 7,200 ഫാക്ടറികൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. 2025-ൽ ഫാക്ടറികളുടെ എണ്ണം 12,000-ലേറെയായി ഉയർന്നു. ഇവയിലെ മൊത്തം നിക്ഷേപം 1.2 ട്രില്യൺ റിയാലിൽ കൂടുതലാണ്. സൗദി പൗരന്മാർക്ക് റഷ്യയിലും റഷ്യൻ പൗരന്മാർക്ക് സൗദിയിലേക്കും വിസയില്ലാതെ യാത്ര ചെയ്യാം. ഇതുമായി ബന്ധപ്പെട്ട കരാർ നിലവിൽ വന്നതായി സൗദി വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ഈ കരാർ വഴി 2 രാജ്യങ്ങളിലെ പൗരന്മാർക്കും ഇനി ടൂറിസം, ബിസിനസ് സന്ദർശനം, ബന്ധുക്കളെ, സുഹൃത്തുക്കളെ കാണൽ തുടങ്ങിയ ആവശ്യങ്ങൾക്കായി വിസയില്ലാതെ രാജ്യങ്ങളിൽ പ്രവേശിക്കാനാകും. കുവൈറ്റിൽ കടബാധിതയെ തുടർന്നുള്ള കേസുകളിൽ സ്വദേശികൾക്കും വിദേശികൾക്കുമെതിരെ 3,500 അറസ്റ്റ് വാറന്റുകൾ. ഇവരിൽ 2,200 സ്വദേശികളും 1,300 പ്രവാസികളുമാണ്. 350 സ്ത്രീകൾ ഉൾപ്പെടെയുള്ള കണക്കാണിത്. കടബാധിതയെ തുടർന്നുള്ള കേസുകളിൽ അറസ്റ്റ് വാറന്റ് നേരിടുന്നവരെ കണ്ടെത്തുന്നതിനും ആഭ്യന്തര മന്ത്രാലയത്തിലെ പെട്രോളിംഗ് വാഹനങ്ങളിൽ പ്രത്യേക സംവിധാനം സ്ഥാപിച്ചിരുന്നു.
കുവൈറ്റിൽ വ്യാജ സർട്ടിഫിക്കറ്റുകൾ ഉപയോഗിച്ച് ജോലി ചെയ്യുന്നവരെയും സംശയാസ്പദമായ സർവകലാശാലകളിൽ നിന്നുമുള്ള ബിരുദങ്ങൾ കൈവശം വച്ചിരിക്കുന്ന ജീവനക്കാരുടെയും പേരുകൾ സമർപ്പിക്കാൻ സിവിൽ സർവീസ് കമ്മീഷൻ സർക്കാർ ഏജൻസികൾക്ക് നൽകിയത് 2 ആഴ്ചത്തെ സമയപരിധി. ഇത്തരം ജീവനക്കാരുടെ അക്കാദമിക് യോഗ്യതകൾ വ്യവസ്ഥാപിതവും കർശനവുമായ സംവിധാനത്തിലൂടെ സൂക്ഷ്മ പരിശോധന നടത്തുമെന്നും സർക്കാർ വൃത്തങ്ങളെ ഉദ്ധരിച്ച് പ്രാദേശിക ദിനപത്രം റിപ്പോർട്ട് ചെയ്തു. പരിശോധനയിൽ വ്യാജ ബിരുദമോ വ്യാജ സർവകലാശാലയിൽ നിന്നും നേടിയ സർട്ടിഫിക്കറ്റോ കണ്ടെത്തിയാൽ ജീവനക്കാർക്കെതിരെ അന്വേഷണത്തിന് വിധേയമാക്കുമെന്നും തുടർന്ന് പബ്ലിക് പ്രോസിക്യൂഷന് കൈമാറുകയും ചെയ്യും. സർക്കാർ മേഖലയിൽ പ്രവർത്തിക്കുന്ന സൂപ്പർവൈസർമാർ, വകുപ്പ് മേധാവികൾ ഉൾപ്പെടെ എല്ലാ വിഭാഗം ജീവനക്കാരുടെയും സർട്ടിഫിക്കറ്റുകൾ പരിശോധനയ്ക്ക് വിധേയമാക്കും. കുവൈറ്റിൽ ജലീബ് അൽ ഷുയൂഖ് പ്രദേശത്തെ 67 അനധികൃത കെട്ടിടങ്ങൾ പൊളിച്ചുമാറ്റിയതിനു പിന്നാലെ സ്വദേശി പാർപ്പിട മേഖലയിലേക്ക് ബാച്ചിലർ താമസക്കാരുടെ ഒഴുക്ക് വർദ്ധിച്ചതായി മുനിസിപ്പൽ അധികൃതർ. ഖൈത്താൻ, ഫിർദൌസ്, അൻദലൂസ്, റാബിയ, ഒമരിയ എന്നീ പ്രദേശങ്ങളിലാണ് ഇവർ പുതിയ താമസത്തിനായി എത്തുന്നത്. എന്നാൽ ഇത്തരത്തിൽ സ്വദേശി താമസ കേന്ദ്രങ്ങളിൽ താമസിക്കുന്നവർക്കും ഇവർക്ക് താമസ സൗകര്യം ഒരുക്കുന്നവർക്കുമെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുമെന്ന് നഗരസഭാ അധികൃതർ മുന്നറിയിപ്പ് നൽകി. ഇതിന്റെ ഭാഗമായി ആഭ്യന്തര മന്ത്രാലയം, ജലവൈദ്യുതി മന്ത്രാലയം മുതലായ സർക്കാർ ഏജൻസികളുമായി ഏകോപനം നടത്തി പ്രദേശങ്ങളിൽ പ്രത്യേക പരിശോധന ആരംഭിച്ചതായി നഗരസഭയിലെ ബാച്ചിലേഴ്സ് പരിശോധനാ സമിതി മേധാവി എഞ്ചിനീയർ മുഹമ്മദ് അൽ ജലാവി വ്യക്തമാക്കി. സൗദിയിൽ ലുലു ഹൈപ്പർ മാർക്കറ്റും മക്ക മദീന ഇർഹറം ജനറൽ അതോറിറ്റിയുമായി പ്രത്യേക കരാർ ഒപ്പുവെച്ചു. അതോറിറ്റിക്ക് കീഴിൽ ജോലി ചെയ്യുന്ന ജീവനക്കാർക്ക് ലുലു സ്റ്റോറുകളിൽ പ്രത്യേക ഇളവുകൾ നൽകുന്നതിനുള്ള കരാറാണ് ഇത്. ഇർഹറം ജനറൽ അതോറിറ്റി ഷെയർഡ് സർവീസസ് സെക്ടർ വൈസ് പ്രസിഡന്റ് ഐമാൻ ബിൻ അബ്ദുറഹ്മാൻ അൽ ജുനൈദിയും ലുലു സൗദി ഡയറക്ടർ മുഹമ്മദ് ഹാരിസുമാണ് കരാറിൽ ഒപ്പുവെച്ചത്. അതോറിറ്റി ഇന്റേണൽ കമ്മ്യൂണിക്കേഷൻസ് പ്രതിനിധികളായ അഹമ്മദ് ബിൻ സൽമാൻ അൽ ഹസ്മി, ഹാസിം ബിൻ വഹീദ് മോർസി എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. മക്കയിലെ ലുലു അൽ റുസൈഫ ഹൈപ്പർ മാർക്കറ്റ്, ലുലു ജബൽ ഒമർ, മദീനയിലെ ലുലു അൽ മനാഖ അടക്കം സൗദിയിലെ മുഴുവൻ ലുലു ഹൈപ്പർ മാർക്കറ്റുകളിലും അതോറിറ്റി ജീവനക്കാർക്ക് ഷോപ്പിംഗ് ഇളവുകൾ ഇതോടെ ലഭ്യമാക്കും. ഇരു ഹറമുകളിൽ എത്തുന്ന ലക്ഷക്കണക്കിന് തീർത്ഥാടകർക്ക് എല്ലാ സഹായങ്ങളും ഒരുക്കുന്ന അതോറിറ്റി ജീവനക്കാരോടുള്ള ലുലുവിന്റെ അടിയുറച്ച പ്രതിബദ്ധത ഊട്ടിയുറപ്പിക്കുന്നതാണ് കരാർ. ജിദ്ദയിലെ പാണ്ടിക്കാട്ടുകാരുടെ കൂട്ടായ്മയായ പാണ്ടിക്കാട് പഞ്ചായത്ത് പ്രവാസി അസോസിയേഷൻ പപ്പോത്സവം 2025 എന്ന പേരിൽ സൗഹൃദ സംഗമം സംഘടിപ്പിച്ചു. സാംസ്കാരിക സമ്മേളനം ജിദ്ദ പൗരാവലി ചെയർമാൻ കബീർ കൊണ്ടോട്ടി ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് നർഷാദ് അധ്യക്ഷത വഹിച്ചു. മാധ്യമപ്രവർത്തകൻ മുസാഫിർ, ഫൈസൽ, സമീർ VP എന്നിവർ സംസാരിച്ചു. കായിക പ്രതിഭകളുടെ മാറ്റ് പരീക്ഷിച്ച ഫുട്ബോൾ ഷൂട്ടൌട്ട് മത്സരത്തിൽ പഞ്ചായത്തിലെ 14ഓളം ക്ലബ്ബുകൾ പങ്കെടുത്തു. വൈവിധ്യമാർന്ന പരിപാടിക്ക് മാറ്റുകൂട്ടി. ആലപ്പുഴ തകഴിയിൽ തെരഞ്ഞെടുപ്പ് രംഗത്ത് ഒരു വ്യത്യസ്തയായ പോരാളിയുണ്ട്. തന്റെ ശാരീരിക വെല്ലുവിളികളെല്ലാം മറികടന്ന് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ ഏറെ മുന്നിൽ നിൽക്കുന്ന സുകുമാർ. ഭിന്നശേഷിക്കാരിയായ സുലു NDA സ്ഥാനാർത്ഥിയായി തകഴി 6ാം വാർഡിലാണ് ജനവിധി തേടുന്നത്. ഇത് ഒരു നാടിൻ്റെയാകെ മാറ്റത്തിലേക്കുള്ള കുതിപ്പാണ്. സുലുവിന്റെ നിശ്ചയദാർഢ്യത്തോടെയുള്ള മാറാത്തതിനെ മാറ്റിമറിക്കാനുള്ള കുതിപ്പ്. ഉറച്ച ലക്ഷ്യബോധത്തോടെയുള്ള ആ ചുവടുകൾക്കൊപ്പം ചേരുവാൻ പലപ്പോഴും കൂടെയുള്ള പ്രവർത്തകർക്ക് പോലും കഴിയാറില്ല. അതാണ് ശാരീരിക വെല്ലുവിളികളെ മറികടക്കുന്ന സുകുമാർ എന്ന സ്ഥാനാർത്ഥിയുടെ ഉൾക്കരുത്ത്. തകഴി ഗ്രാമപഞ്ചായത്ത് 6ാം വാർഡിലെ മറ്റ് സ്ഥാനാർത്ഥികളിൽ നിന്ന് ഏറെ വ്യത്യസ്തയാണ് NDAയുടെ ഈ സാരഥി. വിധിയുടെ വികൃതിയിൽ തളരാതെ ജീവിത പോരാട്ടങ്ങൾക്കൊപ്പം പൊതുപ്രവർത്തനത്തിനായി ഇറങ്ങിത്തിരിച്ച പോരാളി. പിന്നെ നമ്മുടെ വാർഡിനൊരു മാറ്റം വരണമല്ലോ. തീർച്ചയായിട്ടും ഇത്രയും നാളും ഞങ്ങളൊക്കെ വെറും മണ്ടന്മാരായിട്ടായിരുന്നത്. ഇനിയെങ്കിലും ഒരു മാറ്റം വരണം. തീർച്ചയായിട്ടും. വർഷങ്ങളായി പൊതുപ്രവർത്തന രംഗത്തുള്ള സുലു ഇതാദ്യമായാണ് ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. ലക്ഷ്യം നാളുകളായി CPM ഭരിക്കുന്ന വാർഡ് പിടിച്ചെടുക്കുക എന്നത് തന്നെ. ഇക്കുറി 4 സ്ഥാനാർത്ഥികളാണ് വാർഡിൽ മത്സരരംഗത്തുള്ളതെങ്കിലും ശാരീരിക വെല്ലുവിളികളെയെല്ലാം മറികടന്ന് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ അവരെക്കാൾ ബഹുദൂരം മുന്നിലാണ് സുലുവിന്റെ ഉൾക്കരുത്ത്. ആ കരുത്തിനെ നാട് ഏറ്റെടുത്തു കഴിഞ്ഞു. തിരഞ്ഞെടുപ്പ് വിധി എന്തു തന്നെയായാലും ഒരു ചിരിയിൽ 1000 സ്നേഹം നിറച്ച് തകഴിയിലെ ജനമനസ്സുകളിലേക്ക് ഓടിക്കയറിയ സുലു
ആ ജനഹൃദയങ്ങളിൽ ഇന്ന് ഉയർന്ന സ്ഥാനത്താണ്. മറ്റാർക്കും എത്തിപ്പിടിക്കാൻ കഴിയാത്തത്ര ഉയരത്തിൽ. അമൃത ന്യൂസ്, ആലപ്പുഴ. ശരണാമൃതം പവേർഡ് ബൈ ധനലക്ഷ്മി ബാങ്ക്. ബാങ്കിംഗ് ഓൺ റിലേഷൻഷിപ്സ് ഫോറെവർ. ഈ സീസണിലെ ശബരിമലയിലെ ആദ്യ 15 ദിവസത്തെ വരുമാനം 92 കോടി രൂപയാണ്. കഴിഞ്ഞ വർഷത്തെക്കാൾ 33.33% വർധനമാണ് വരുമാനത്തിലുണ്ടായത്. അരവണ വിൽപ്പനയിൽ നിന്നുമാണ് ഏറ്റവും കൂടുതൽ വരുമാനം ഉണ്ടായത്. ഈ മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലത്ത് ശബരിമലയിൽ ആദ്യത്തെ 15 ദിവസം ദേവസ്വം ബോർഡിന് ലഭിച്ച ആകെ വരുമാനം 92 കോടി രൂപയാണ്. കഴിഞ്ഞ സീസണിൽ ഇതേ സമയത്ത് അപേക്ഷിച്ച് 69 കോടി രൂപ, അതായത് 33.33% വർധനവുണ്ടായിട്ടുണ്ട്. നവംബർ 30 വരെയുള്ള കണക്കാണ് ദേവസ്വം ബോർഡ് പുറത്തുവിട്ടത്. വരുമാനത്തിന്റെ ഭൂരിഭാഗവും അരവണ വിൽപ്പനയിൽ നിന്നാണ് ഉണ്ടായത്. 47 കോടി രൂപയാണ് അരവണയിൽ നിന്നുള്ള വരുമാനം. കഴിഞ്ഞ വർഷം ആദ്യത്തെ 15 ദിവസം ഇത് 32 കോടിയായിരുന്നു. 46.86% വർധനവുണ്ടായിട്ടുണ്ട്. അപ്പം വിൽപ്പനയിൽ നിന്ന് ഇതുവരെ 3.5 കോടി രൂപയാണ് ലഭിച്ചത്. കഴിഞ്ഞ വർഷവും ഏകദേശം ഇതേ തുക തന്നെയായിരുന്നു ലഭിച്ചത്. കാണിക്കയിൽ നിന്നുള്ള വരുമാനം 2024 ഇതേ സമയം 22 കോടി രൂപയായിരുന്നപ്പോൾ ഈ സീസണിൽ അത് 26 കോടി രൂപയായിട്ടുണ്ട്. 18.18% വർധനവുണ്ടായിട്ടുണ്ട്. ഈ സീസണിൽ 13 ലക്ഷത്തോളം തീർത്ഥാടകരാണ് നവംബർ 30 വരെ ശബരിമലയിൽ എത്തിയത്. ഭക്തർക്ക് സുഗമമായ ദർശനത്തിന് സാഹചര്യമൊരുക്കുന്നതിനാലാണ് വരുമാനത്തിലെ വർധനവെന്ന് ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസർ പറഞ്ഞു. അമൃത ന്യൂസ്, സന്നിധാനം. കായിക വാർത്ത നോക്കാം. ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനുള്ളിൽ അസ്വാരസ്യങ്ങൾ. ടീം ഇന്ത്യയുടെ മുഖ്യ പരിശീലകൻ ഗൗതം ഗംഭീറും ടീമിലെ താരങ്ങളായ രോഹിത് ശർമ്മ, വിരാട് കോഹ്ലി എന്നിവരും തമ്മിലുള്ള ബന്ധം വഷളായതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ നടക്കുന്ന ഏകദിന പരമ്പരയ്ക്കിടയിലാണ് ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തുവന്നത്. ആദ്യ ഏകദിനത്തിടെ രോഹിതും ഗംഭീറും തമ്മിൽ തർക്കിക്കുന്നതിന്റെ വീഡിയോ പുറത്തുവന്നിരുന്നു. പ്രശ്ന പരിഹാരത്തിന് മറ്റന്നാൾ അടിയന്തര യോഗം BCCI വിളിച്ചിട്ടുണ്ട്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്കായി അമൃത ന്യൂസിന്റെ യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. നമസ്കാരം.